പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വൈകുന്നേരം സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രേ ഗ്രൂപ്പിൽ ദൈവജനമായി കടന്നു വരുവാൻ ദൈവത്തിൻ്റെ കർത്താവ് ഒരുക്കിയ നല്ലൊരു അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന അഭിഷിദ്ധ ദേവദാസന്മാർ, ദേവദാസിമാർ, ദൈവമക്കൾ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വൈകുന്നേര സമയം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാൻ അല്പസമയം നമുക്ക് വീണ്ടും ശ്രദ്ധയോടുകൂടി തിരുവചനത്തിനകത്തായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുക്കിയ എല്ലാ നല്ല സാവകാശത്തിനുമായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഓരോ ജീവിത മേഖലകൾക്കകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുവേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തെ കുറിച്ചുള്ള അതിന്റെ ആഴമേറിയ വെളിപ്പാടിനെ പ്രാപിച്ച തന്റെ അഭിഷിക്തൻ തന്റെ സഭയ്ക്ക് ദൂതിനെ കൈമാറുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന വിശുദ്ധരും മറ്റുള്ള സഹോദരന്മാർക്കൊക്കെയും ദൂതിനെ കൈമാറുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഒന്നാമതായി നിങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ എന്തു ചെയ്യണം? താണിരിക്കുവാൻ തയ്യാറാകണം. താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുവാൻ ഇടയാകുന്നത്. ദൈവം നിഗളികളോടും ഉന്നത ഭാവമുള്ളവരോടും എതിർത്തു നിൽക്കുന്നു. കാരണം ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴുന്നവനോടാണ് ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ കൃപ പകരുവാൻ ഇടയാകുന്നത്. നമുക്കറിയാം, മറിയ എന്ന് പറയുന്ന ആ സഹോദരി ഒരു പക്ഷേ തന്റെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ദൂതൻ തന്നോട് വന്ന് പറഞ്ഞ ആ ദൈവിക ദൂതനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ആ ദൂതിന് മുൻപിൽ തന്നെ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായി. ആ ദൂത് ഒരുപക്ഷെ തന്റെ ജീവിതത്തിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും തന്റെ ഭവനത്തിനകത്ത് നിന്നായാലും ഒരുപക്ഷെ സമൂഹത്തിൽ നിന്നായാലും താൻ വളരെയധികം ഒറ്റപ്പെടലുകളും വേദനകളും തിക്താനുഭവങ്ങളും അനുഭവിക്കുമെന്ന് നല്ലതുപോലെ അറിയാമായിരുന്നിട്ടും ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞ ആ ദൈവിക ദൂതന് മുൻപിൽ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായി. ആ ദൈവിക കരത്തിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, മറിയ അവിടെ ആനന്ദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ അവിടെ വിളിച്ചു പറയുന്നത്: ദൈവം എന്നോട് കൃപ കാണിച്ചു, കരുണ കാണിച്ചു. കാരണം ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആര് താഴുവാൻ തയ്യാറാകുന്നുവോ അവർക്ക് വേണ്ടിയാണ് ദൈവം ആ ഉയർച്ചകളെ നൽകുവാൻ ഇടയാകുന്നത്. ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നദ്ധി താഴുമ്പോൾ ദൈവത്താലുള്ള ഉയർച്ചകൾ അവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകുന്നു. കാരണം ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ദൈവത്താലുള്ള ചില ഉയർച്ചകൾ സംഭവിക്കുവാനിടയാകും. ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഹിതപ്രകാരമുള്ള ഉയർച്ചകൾ സംഭവിക്കുവാനിടയാകണം. ഒരുപക്ഷെ മനുഷ്യർ പലപ്പോഴും മറ്റു മനുഷ്യരിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ കൂട്ടുപിടിച്ച് അവരുടെ റെക്കമെൻഡിൽ വളരുവാനും അല്ലെങ്കിൽ അവർ പേരെടുക്കുവാനും ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ കൂടിയുള്ള ചില നന്മകളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു: കുഞ്ഞെ, ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്താലുള്ള ഒരു ഉയർച്ചയാണ് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ടത്. കാരണം ദൈവം നൽകുന്ന ഉയർച്ച മാത്രമേ എപ്പോഴും നിലനിൽക്കുവാൻ ഇടയാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന ഉയർച്ചകളും പേരുകളും പ്രശസ്തികളും പുകഴ്ചകളും അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അത് ഏത് നിമിഷവും തകർന്നു പോകുവാനിടയാകും. അത് ഏത് നിമിഷവും ഇല്ലായ്മ ചെയ്യപ്പെടുവാനിടയാകും. അല്ലെങ്കിൽ അതിന്റെ പ്രശംസയൊക്കെയും മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുവാനിടയാകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുന്ന, ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ദൈവവചനത്തിന്റെ മുൻപിൽ ഒരുപക്ഷെ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തും കഴിഞ്ഞ നാളുകളിൽ ഈ സമയം വരെയും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണ്, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാ. അങ്ങനെ എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശപ്പെട്ടു പോകുവാൻ ദൈവം ഇടയാക്കുകയില്ല. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ
അതിന്റെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വേദനാജനകമായ വിഷയത്തിനകത്തു കൂടി കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നഷ്ടപ്പെടലുകളുടെയും ഒരു തിക്താനുഭവങ്ങളുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകും. എന്നാൽ രോഗത്തിൻ്റെതാകുന്ന കഠിനാവസ്ഥയിൽ കൂടി കടന്നു പോകും. എങ്കിലും തന്റെ ഭക്തൻ സ്വർഗത്തിൽ തന്റെ ഭക്തനെ ദൈവം തന്റെ ബലമുള്ള ഭുജത്തിൽ സൂക്ഷിക്കുവാനിടയാകും. അതാണ് ഒരു ദൈവ പൈതലിലെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ഭയം ഇല്ലാതെ ഭയമില്ലാതെ അവൻ ഏത് സമയത്തും ഏത് നേരത്തും ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ദൈവിക കരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉറപ്പും നമുക്കൊരു വിശ്വാസവും ഉണ്ട്. കാരണം ബലമുള്ള ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ശത്രു എന്നെ തൊടുകയില്ല. അവൻ ദൃഷ്ടി വെക്കുവാൻ ഇടയാകും, പക്ഷെ അവൻ എന്നെ തൊടുവാൻ കഴിയുകയില്ല, അവൻ എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. പിന്നെയോ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം എന്നെ അനുദിനം വഴി നടത്തുവാൻ ഇടയാകും. അതുകൊണ്ടല്ലേ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തന് ചുറ്റും ദൈവം തന്റെ വേലിമതിൽ കെട്ടി സൂക്ഷിക്കുവാനിടയായി. അത് തന്നെയാണ് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ശത്രുവായിരിക്കുന്ന സാത്താൻ വന്നു പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് അവനെ തൊടുവാൻ കഴിയുകയില്ല. കാരണം ദൈവമേ, നീ അവനും അവനുള്ള സകല നന്മകളിലും നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ദൈവമായതുകൊണ്ട് എനിക്ക് അവനെ തൊടുവാൻ കഴിയുകയില്ല. അപ്പോഴും ദൈവം കൊടുക്കുന്ന ഒരു പെർമിഷൻ എന്ന് പറയുന്നത് അവനുള്ള സകലത്തെയും നിനക്ക് തൊടാം. ഹല്ലേലൂയ. അവന്റെ നന്മകളെ നിനക്ക് തൊടാം. അതായത് അവന്റെ മൃഗസമ്പത്തിനെയും അവന്റെ പുത്രമക്കൾ അല്ലെങ്കിൽ തലമുറകളെ നിനക്ക് തൊടാം. അവന്റെ ഭവനത്തിന്റെ നന്മകളെ നിനക്ക് തൊടാം. ഹല്ലേലൂയ. എന്നാൽ അവന്റെ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിനെ മാത്രം തൊടുവാൻ ഇടയാക്കാതെ വണ്ണം ദൈവത്തിന്റെ സംരക്ഷണം തന്റെ ഭക്തന് ചുറ്റും വേലിമതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന നമുക്ക് അവിടെ പ്രത്യേകമായി കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിനകത്ത് ദൈവിക സംരക്ഷണം അവൻ ദിനം പ്രതി തിരിച്ചറിയുവാനിടയാകും. അപ്പോൾ ഒന്നാമതായി ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ തീർച്ചയായും ഉയർച്ച പ്രാപിക്കുവാനിടയാകും. ഒരുപക്ഷെ പ്രോസ്പെരിറ്റിയുടെ ഒത്തിരി മെസ്സേജുകളൊക്കെ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്നുണ്ട്, ഹല്ലേലൂയ, കാണുകയും ചെയ്യുന്നുണ്ട്. അനേകം അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തങ്ങളും അനുഗ്രഹത്തിന്റെ ദൂതുകളും ഒക്കെയും വിളിച്ചു പറയുമ്പോൾ പ്രിയ ദൈവ പൈതലെ, ദൈവവചനത്തിനകത്തുള്ള വ്യവസ്ഥ പ്രകാരം ചലിക്കുന്ന സഞ്ചരിക്കുന്ന നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവവചനപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ അവന് പ്രാപിക്കുവാൻ കഴിയും. ദൈവവചനപ്രകാരമുള്ള ഉയർച്ച അവന് പ്രാപിക്കുവാൻ കഴിയും. എപ്പോഴത് പ്രാപിക്കുന്നത്? ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും നന്മകളും ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുവാനിടയാവുകയില്ല. ഹല്ലേലൂയ. അതൊക്കെയും അല്ലെങ്കിൽ ഒരുപക്ഷെ അത് പരാജയത്തിലേക്ക് പോകുവാനിടയാകും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാമതായി ദൈവത്തിന്റെ കരം സൃഷ്ടിപ്പ് നടത്തുന്നതാണ്. ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് ഹല്ലേലൂയ തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിനകത്തൊക്കെയും ഹല്ലേലൂയ എല്ലായ്മയുടെ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ശൂന്യത അനുഭവിച്ച സമയത്തൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അവിടെ വെളിപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ സ്തോത്രം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാൽ ഒരുത്തെ നിലവിളിച്ചും കൊണ്ട് പ്രവാചകനായിരിക്കുന്ന എലീശയോട് പറയുകയാണ്, ഇപ്പോൾ കടക്കാർ വന്ന് 2 കുട്ടികളെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറയുമ്പോഴും പ്രവാചകനായിരിക്കുന്ന എലീശ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കയ്യിൽ എന്തുള്ളൂ? ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി വ്യക്തമായി ആ മറുപടി പറയുമ്പോഴും ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രവാചകൻ പറഞ്ഞ കാര്യത്തെ അനുസരിക്കുന്ന ഒരു സഹോദരിയെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ പറയുന്ന കാര്യം ഇപ്പോൾ അവൾക്ക് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വിശ്വസിക്കുവാൻ കഴിയുകയില്ല. ആ പറയുന്ന കാര്യത്തോട് ഒരിക്കലും യോജിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എന്നിട്ട് പോലും സ്തോത്രം ആ സഹോദരി പ്രവാചകന്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് അവൾ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി തന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി
പ്രവൃത്തി തന്റെ ഭവനത്തിനകത്ത് മുറിക്കകത്ത് കയറി ആ പ്രവൃത്തിയെ ചെയ്യുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. കാരണം അവൾക്കൊരു കാര്യം വ്യക്തമാണ്, തന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഹല്ലേലൂയ. തന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നത് കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്ത നന്മ പ്രവൃത്തികളും അനുഗ്രഹങ്ങളൊക്കെയും ഒരുപക്ഷെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെടലിന്റെ ഒരു അനുഭവം എനിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ അതിനകത്ത് തളർന്നു പോവുകയില്ല, ഞാൻ അതിനകത്ത് ക്ഷീണിച്ചു പോവുകയില്ല. ഇന്ന് ഈ വൈകുന്നേര സമയം പരിശുദ്ധാത്മാ ചിലരോട് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ ഇങ്ങനെ ദൂതനെ കൈമാറി, കുഞ്ഞെ നിന്റെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ നഷ്ടത്തിന്റെ ഒരു അനുഭവമായിരിക്കാം ഇപ്പോൾ വെളിപ്പെട്ട് നിൽക്കുന്നത്. ആമേൻ. ചിലത് എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ ഭവനമായിരിക്കാം നഷ്ടപ്പെടുന്ന ആമേൻ സാഹചര്യത്തിനകത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ ജപ്തിയുടെ വക്കിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ആയിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് തോന്നുന്ന നിലവാരത്തിൽ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ഹല്ലേലൂയ, കുഞ്ഞെ, ആ നഷ്ടം ഒരുപക്ഷെ നിനക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച സർവശക്തനായ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നിനക്ക് മുൻപിൽ ഒരു അത്ഭുതത്തിന്റെ വാതിൽ തുറന്നു വരുവാനിടയാകുന്നത്. ഈ സഹോദരിക്ക് വേണമെങ്കിൽ പിറുപിറുപ്പോടുകൂടി തിരിച്ച് എന്തെങ്കിലും ആ പ്രവാചകനോട് മറുപടി പറയാമായിരുന്നു. ഒരിക്കലും എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ലെന്നോ, ഒരിക്കലും ഞാൻ ഇതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഞാൻ നിൽക്കുകയില്ലെന്നോ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒരുപക്ഷെ സഹോദരിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നന്മ ചെയ്ത, അനുഗ്രഹം ചെയ്ത, അവരുടെ ജീവിതത്തിനകത്ത് അവരെ നടത്തിയ ദൈവത്തിന്റെ കരം ഇന്നും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ നഷ്ടപ്പെടുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ മടക്കി തരുവാൻ മതിയായ ഒരു ദൈവമാണെന്ന് സഹോദരി വിശ്വസിക്കുവാൻ തയ്യാറായത് മുഖാന്തരം അവരുടെ ഭവനത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെട്ടു വരുവാനിടയായി. ഹല്ലേലൂയ. കാരണം ഒരിക്കലും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നഷ്ടപ്പെടൽ കടന്നു വരുമ്പോഴും അതിനകത്ത് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ മതിയായ ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഇന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഈ സമയം വരെ സേവിച്ചു നിൽക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില സൃഷ്ടിപ്പുകൾ അവിടെ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വെറും ഹല്ലേലൂയ ഒരു ഭരണി മാത്രം എണ്ണ ആ ഭവനത്തിനകത്ത് മാത്രമുള്ളപ്പോൾ ഹല്ലേലൂയ ഇനി അതുകൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് തോന്നിലവാരത്തിലായിരിക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞ വാക്കിനെ കേട്ട് അനുസരിച്ച് അതിൻ്റെതായ പ്രവൃത്തി ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ ഹല്ലേലൂയ അവളുടെ ഭവനത്തിനകത്തുള്ള ആമേൻ ക്ഷാമം നീങ്ങി മാറുവാനിടയായി. അവളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ തന്നോട് കൂടെ തന്നെ ആയിരിക്കുവാനിടയായി. വളരെ നാളുകൾ ആമേൻ അതുകൊണ്ട് അവർക്ക് ഉപജീവനം കഴിയുവാനിടയായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ദൈവത്തിന്റെ കരത്തിന് ചിലത് സൃഷ്ടിക്കുവാൻ കഴിയും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവിക ശബ്ദത്താൽ ആമേൻ സ്തോത്രം സകലതും സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തിയാൽ അല്ലെങ്കിൽ ആ വാക്കിന്റെ ശക്തിയാൽ ചിലത് ഉളവാക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പല മേഖലകളെ നോക്കി ഇന്ന് പകൽക്കാലം നമുക്കും പ്രസ്താവിക്കുവാൻ കഴിയുമോ? നമുക്കും ഒന്ന് പറയുവാൻ കഴിയുമോ? ദൈവത്താൽ ചിലത് എന്റെ ജീവിതത്തിനകത്ത് സൃഷ്ടിക്കപ്പെടുവാൻ പോവുകയാ. കാരണം സകലത്തെയും സൃഷ്ടിച്ച, ഇന്നും അത്ഭുതം ചെയ്യുന്ന, ഇന്നും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള ആ ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ ദൈവത്തിലാണ് ഞാൻ പ്രത്യാശ വയ്ക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിനാൽ ആമേൻ ചിലത് സൃഷ്ടിച്ചു വരുവാനിടയാകും. ഹല്ലേലൂയ. അതാണ് യോബിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചുഴലിക്കാറ്റിൽ യോബിനോട് സംസാരിക്കുന്ന ദൈവം പറയുകയാണ്, തന്റെ ഭക്തനോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനായിരിക്കുന്ന ഇയ്യോബിനോട് സർവശക്തനായ ദൈവം പറയുകയാണ്, ദൈവത്തിനുള്ളതുപോലെ ഭുജം നിനക്കുണ്ട്. അതായത് ദൈവത്തിന്റെ ബലമുള്ള ഭുജം, വല്ലഭത്വമുള്ള ദൈവത്തിന്റെ കരവും ആമേൻ ഹല്ലേലൂയ ആ മനുഷ്യനായിരിക്കുന്ന ഇയ്യോബിനോട് ദൈവം അത് വ്യക്തതയോടുകൂടി വിളിച്ചു പറയുവാനിടയാകുന്നു. കാരണം ദൈവത്തിന്റെ ഭുജത്തിന് മാത്രമേ ചിലത് സൃഷ്ടിക്കുവാനിടയാവുള്ളൂ. അത് ആര് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ ഇന്നും അവന്റെ കരത്തിൽ കൂടി വീണ്ടും അത്ഭുത
പ്രവൃത്തികള്, വീര്യപ്രവൃത്തികള് സ്വർഗത്തിലെ ദൈവം ആമേൻ ഈ കാലഘട്ടത്തിലും ആമേൻ കർത്താവിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി നടന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മളിൽ കൂടെയും ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയാകും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ദൈവത്തിന്റെ കരം വീണ്ടെടുക്കുന്ന കരമാം. തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ ആമേൻ അടിമത്തത്തിൽ കിടക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിന് മാത്രമേ ചില വീണ്ടെടുപ്പുകളിൽ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ മിസ്രയീം ഭരണകൂടത്തിൽ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന്റെ ശക്തിയാലാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ആമേൻ ഹല്ലേലൂയ അവിടെ നിൽക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ ആ സാഹചര്യങ്ങൾ അത്രത്തോളം ആയിരിക്കുമ്പോഴും തന്റെ ഭക്തനായിരിക്കുന്ന ആമേൻ അല്ലെങ്കിൽ മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് അത്രത്തോളം ആമേൻ ഹല്ലേലൂയ ബലമുള്ള ആ സാമ്രാജ്യത്തിന്റെ ആ ഭരണകൂടത്തിന് മുൻപിൽ, ആ ഫറവോന്റെ മുൻപിൽ ദൈവം അയക്കുവാനിടയായി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ദൈവത്തിന്റെ ബലമുള്ള ഭുജമാണ് തന്റെ ഭക്തനെ ആ കാലഘട്ടത്തിലും നടത്തുവാനിടയായത്. അങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കരം സംരക്ഷിക്കുന്ന കരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നല്ല ഇടയനായ യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുമ്പോൾ, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു, ഇതൊക്കെയും താൻ വളരെ വ്യക്തമായി ആമേൻ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരുടെ മുൻപാകെ വിളിച്ചു പറയുമ്പോൾ, അവിടെ ഇപ്രകാരം നമുക്ക് 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. നല്ല ഇടയനായിരിക്കുന്ന ഞാൻ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. എന്റെ ശബ്ദം അനുസരിച്ചവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന ആ സമയത്തും ഒരു ശത്രുവിനും അവരെ പിടിക്കുവാൻ കഴിയാതെ വണ്ണം, അവരെ തൊടുവാൻ, തകർത്തു കളയുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുന്നുവെന്ന് അവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരം നമ്മെ നടത്തുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ബലമുള്ള ഭുജം നമ്മെ താങ്ങി നിർത്തുന്നത് കൊണ്ടുമാണ് ഈ നശ്വരമായ ഈ ഭൂപരപ്പിൽ നാം ഇന്നുവരെയും ജീവനോടെ നിൽക്കുവാനിടയായത്. ഒരിക്കലും എന്റെ പണം കൊണ്ടോ, എന്റെ പ്രശസ്തി കൊണ്ടോ, എന്റെ കഴിവ് കൊണ്ടോ, എന്റെ ശക്തി കൊണ്ടോ, എന്റെ ബുദ്ധി കൊണ്ടോ അല്ല ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമാറായത്. പിന്നെയോ ദൈവത്തിന് പിന്നെയും നമ്മെ ആവശ്യമുള്ളത് കൊണ്ട്, ദൈവിക പദ്ധതിക്ക് വേണ്ടി നാം പിന്നെയും ഒരുക്കപ്പെടേണ്ടതിന് ഈ കാലഘട്ടത്തിലും പിന്നെയും ദൈവത്തിന് സാക്ഷ്യമുള്ളവരായി ആമീൻ ഹല്ലേലൂയ അനേകരുടെ മുൻപാകെ നാം നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മാത്രമാണ്. ശത്രു തകർത്ത് കളയേണ്ടുന്ന സ്ഥാനത്തും ദൈവം നമ്മെ അതിൽ നിന്നും വിടുവിച്ച് ദൈവിക സംരക്ഷണത്തിനകത്ത് ദൈവം നിർത്തി. ശത്രു നമ്മെ പലപ്പോഴും ദൃഷ്ടി വെച്ചപ്പോഴും ഇവിടെ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയനായ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. കാരണം സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടോ, സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ടോ. ശത്രുവിന് കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, അവന് തൊടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും അവന് തൊടുവാൻ കഴിയുകയില്ല. കാരണം സംരക്ഷിക്കുന്ന ഒരു കരമുള്ളപ്പോൾ ആരാണ് ആമീൻ ഹല്ലേലൂയ തൊടുവാനിടയാകുന്നത്? ആരാണ് തകർക്കുവാൻ പദ്ധതിയിടുന്നത്? ഇത് പകൽക്കാലം ആമേൻ സ്തോത്രം, ആ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആമേൻ ശ്രേഷ്ഠതയോടുകൂടി നമുക്ക് പറയുവാൻ കഴിയുന്നത്, ദൈവം സംരക്ഷിക്കുന്ന ദൈവം. മറ്റുള്ളവരോട് നാം ശക്തിയോടുകൂടി ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറയുന്നതും മറ്റൊന്നും കൊണ്ടല്ല, സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം നമ്മെ നിൽക്കുവാനിടയായത്. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ശത്രുവിനെ ചിതറിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു 89-ാം സങ്കീർത്തനം 10-ാം അധ്യായം 89-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ശത്രുക്കളെ ദൈവം ചിതറിക്കുന്നത് തന്റെ ബലമുള്ള ഭുജം കൊണ്ടാണ്. ഒരിക്കലും ദൈവത്തിന്റെ ആമേൻ പൈതൽ ഒരിക്കലും അനുഗ്രഹം പ്രാപിച്ചു, നന്മ പ്രാപിച്ചു പുറത്തു വരുവാൻ ശത്രുവായവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും
പലപ്പോഴും അവന്റെ ജീവിതത്തിനകത്ത് ആ നിലവാരത്തിലുള്ള ഹല്ലേലൂയ ഫൈറ്റ് അനുഭവിക്കുവാനിടയാകും. അതുകൊണ്ടല്ലേ നാം പലപ്പോഴും പറഞ്ഞ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ പിന്നെയും ബലത്തോടെ ശക്തിയോടെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ആത്മമണ്ഡലത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം കണ്ടു ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയും പറയുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാം പോരാടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, പ്രാർത്ഥനയിൽ ജയിച്ചു മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനെ തകർക്കുവാൻ കഴിയുകയുള്ളൂ. ശത്രുവിനെ തകർക്കണമെങ്കിൽ പ്രാർത്ഥന ഒരു ആയുധമാണ്. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ശത്രു തകരപ്പെടുവാനിടയാവുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ അധരങ്ങളെ നാം തുറക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം കണ്ണുനീര് ഒഴുക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ശക്തിയാൽ ചില അന്ധകാര മണ്ഡലങ്ങൾ ഉടയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടല്ലേ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, അവരെ പുറത്തു കൊണ്ടുവന്നപ്പോഴും യോശുവ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കാഹളമൂതുവാൻ തയ്യാറാകണം. കാരണം ഇപ്പോൾ അവർക്ക് മുൻപിൽ ഒരു എരിഹോ കോട്ട വെളിപ്പെട്ടു നിൽക്കുകയാണ്. അവരുടെ മുൻപിലുള്ള വാഗ്ദത്തത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അവർ പ്രാപിക്കേണ്ട നന്മയുടെ അനുഭവത്തിനകത്തേക്ക് കടന്നു പോകുവാൻ കഴിയാതെ അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു എരിഹോ കോട്ടയുണ്ട്. അവിടെ യോശുവ എന്ന് പറയുന്ന ദൈവപുരുഷൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ. എന്തുകൊണ്ട്? ചെങ്കടൽ വിഭാഗിച്ച് ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നുവെങ്കിൽ ആ ദൈവത്തിന് ഈ എരിഹോ കോട്ടയും തകർത്ത് കളയുവാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തു ചെയ്യുവാൻ തയ്യാറാകണം? ചില പ്രവൃത്തികളെ ചെയ്യുവാൻ തയ്യാറാകണം. നിങ്ങളിൽ കൂടി പുറപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ ആ ജനക്കൂട്ടത്തോട്, പുരുഷാരത്തോട് യോശുവ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കാഹളമൂതുവാൻ തയ്യാറാവുക. ഹല്ലേലൂയ. 7 ദിവസം കോട്ടയെ ചുറ്റി നടന്നിട്ട് 7-ാം ദിവസം നിങ്ങൾ ഒരുമിച്ച് കാഹളമൂതുവാൻ തയ്യാറാകുമ്പോൾ എന്തു സംഭവിക്കും? ഈ കോട്ട തകർന്നു വീഴുവാനിടയാകും. ഹല്ലേലൂയ. നിങ്ങളുടെ കാഹളത്തിന് മുൻപിൽ കോട്ടയ്ക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല. കോട്ട തകർന്നു വീഴുവാൻ ഇടയാകും. ഒരിക്കലും ഒരു മനുഷ്യശക്തി കൊണ്ട് തകർത്ത് കളയുവാൻ കഴിയാത്ത ആ എരിഹോ കോട്ട, ആമേൻ സ്തോത്രം, സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ദൈവിക ശബ്ദത്തെ അനുസരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ തകർത്ത് കളയുവാനിടയായി. അങ്ങനെ എങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എരിഹോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകളെ തകർക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയെന്ന ആമേൻ സ്തോത്രം ആയുധത്തെ നാം ഉപയോഗിക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥനയുടെ ശക്തിയാൽ നമുക്ക് മുൻപിലുള്ള കോട്ടകൾ തകർന്നു വീഴുവാനിടയാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ തകരാത്തതായി ഒന്നുമില്ല. പ്രാർത്ഥനയുടെ ശക്തിയാൽ മാറിപ്പോകാത്തതായി ഒന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് മുൻപിൽ വഴി തുറക്കാത്തതായി ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് മുൻപിൽ അത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും, അത് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്താണെങ്കിലും, അത് തീയിൽക്കകത്താണെങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന തന്റെ ഭക്തന് വേണ്ടി സ്വർഗം അത് വെളിപ്പെടുത്തുവാനിടയാകും. മാത്രമല്ല, ശത്രുവിൻ കാണുക തന്നെ സ്വർഗത്തിലെ ദൈവം പറയും, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശത്രുവിന്റെ അധരം കൊണ്ട് തന്നെ വിളിച്ചു പറയുവാനിടയാകും, അല്ലയോ ദാസനെ, ആമേൻ, നീ വിളിക്കുന്ന ദൈവമാ ജീവനുള്ള ദൈവം എന്ന് വിളിച്ചു പറയുവാൻ ഇടയാകണമെങ്കിൽ ശത്രുവിന്റെ മുൻപിലും ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ആ ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന തന്റെ ഭക്തന് വേണ്ടിയാ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാനിടയാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലരും മനുഷ്യന്റേതാകുന്ന സ്നേഹത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അല്ലെങ്കിൽ പദവികൾക്കും വേണ്ടി പലപ്പോഴും ദൈവത്തിന്റെ വചനത്തെയും ദൈവവചനത്തെ മായം ചേർത്ത് ദൈവവചനത്തെ കോട്ടിക്കളയുമ്പോൾ, ഹല്ലേലൂയ, ലഭിക്കേണ്ടുന്ന ചില നന്മകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും അല്ലെങ്കിൽ മാനുഷികമാകുന്ന തീരുമാനങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നീ മരിക്കേണ്ടി വന്നാലും, ഒരുപക്ഷെ മരണമാ നിനക്ക്
മുമ്പിൽ പറയുന്നത്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ മുൻപിൽ രാജാവ് പറയുന്നതാ, നിങ്ങളെ ഞാൻ കൊന്നുകളയും. ഹല്ലേലൂയ. നിങ്ങൾ ജീവനോടെ ഇരിക്കുകയില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് ഇനി നിങ്ങൾ ജീവനോടെ ഇരിക്കുകയില്ലെന്ന് പറയുമ്പോഴും ആ 3 ബാലന്മാർക്കും യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. ഹല്ലേലൂയ. ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കൂ. കാരണം ഇനി മരിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല. ആമേൻ, സ്തോത്രം. സന്തോഷത്തോടെ ഞങ്ങൾ മരിക്കുവാൻ തയ്യാറാ. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആമേൻ എത്ര പേർക്ക് അത് അങ്ങനെ പറയുവാൻ കഴിയും? പലപ്പോഴും പലരും സാഹചര്യങ്ങൾക്കൊത്തവണ്ണം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയും മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടിയും മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഹല്ലേലൂയ അല്പനേരത്തെ ഒരുപക്ഷെ നേട്ടങ്ങൾക്ക് വേണ്ടിയും മനുഷ്യൻ അവന്റേതാവുന്ന ആഗ്രഹത്തോടുകൂടി ഓടി നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കുഞ്ഞേ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നീ നിൽക്കുവാൻ തയ്യാറായാൽ ആമേൻ, ഹല്ലേലൂയ, ശത്രുവിന്റെ മുൻപിലും നിനക്ക് വേണ്ടി ആമേൻ അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടല്ലേ അവര് കൊല്ലുവാൻ പദ്ധതിയിട്ട രാജാവ് പിന്നത്തേതിൽ അവരെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ ദൈവത്തിന്റെ ദാസന്മാരെ, അല്ലയോ ദൈവ പുരുഷന്മാരെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരെ, നിങ്ങളുടെ ദൈവമാ ജീവനുള്ള ദൈവം എന്നൊക്കെ വിളിച്ചു പറയണമെങ്കിൽ പിന്നത്തേതിൽ ആ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ കരം ശത്രുവിനെ ചിതറിക്കുന്നതാ. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് അനേകം ശത്രുക്കൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഹല്ലേലൂയ നാം ആരെയും വകവയ്ക്കുന്നില്ലായിരിക്കാം, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ശത്രുവിന് വേണ്ടിയും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുവാനിടയാകും. മനുഷ്യരായ നാം നമ്മുടെ ശത്രുവിനോട് സംസാരിക്കുകയല്ല, പകരം ചെയ്യുകയല്ല, പകവീട്ടുകയല്ല, യുദ്ധം ചെയ്യുകയല്ല, പിന്നെയോ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ഭയപ്പെട്ടു പോകുവാൻ ഇടയാകേണ്ട, നാം ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ആമേൻ, സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിന്റെ കരം. ഇസ്രായേൽ ജനത്തെയും വിടുവിച്ച് ദൈവപുരുഷനായിരിക്കുന്ന മോശ എന്ന ദൈവപുരുഷനിൽ കൂടി പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോഴും ദൈവം എന്താ ചെയ്തത്? ആ ജനത്തെ മുഴുവനും ചെങ്കടലിൽ കൂടി അക്കരെ എത്തിച്ചു. എന്നാൽ അവർക്ക് ഭീഷണി മുഴക്കി നിന്ന, കഴിഞ്ഞ നാളുകളിൽ അവർ ദണ്ണിപ്പിച്ച, അവരുടെ ശത്രുവായിരിക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ച ആ ഫറവോനെയും ഫറവോന്റെ കൂട്ടരെയും ഇപ്പോൾ ദൈവം തന്നെ എന്ത് ചെയ്തു? ആ ശത്രുവിനെ ഒന്നാകെ ചെങ്കടലിൽ തള്ളിയിടുവാനിടയായി. ഇവിടെ ആമേൻ ഇസ്രായേൽ ജനം അവർക്ക് വേണ്ടി പകരം ചെയ്തതല്ല, അവരോട് പടപൊരുതുവാൻ പോയില്ല, യുദ്ധം ചെയ്യുവാൻ പോയില്ല, അവരോട് യാതൊരു വിധത്തിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏറ്റുമുട്ടുവാൻ പോയില്ല. പിന്നെയോ സർവശക്തനായ ദൈവം തന്നെ ആമേൻ തന്റെ ജനത്തിനു വേണ്ടി ആ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. കണ്ടോ ദൈവത്തിന്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ. ആ പ്രവൃത്തി എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? കാരണം നമുക്ക് ജീവന അപകടം എന്ന് പറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ അനുഗ്രഹങ്ങൾക്കും മുൻപോട്ടുള്ള യാത്രകൾക്കും ഭീഷണി മുഴക്കി ഇന്നും വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം പരാജയപ്പെട്ടും ക്ഷീണിച്ചും തളർന്നും തകർന്നും പറയേണ്ട ഒരു കാര്യമില്ല. ശത്രു ഉള്ളത് കൊണ്ട് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശത്രു എന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുവാനിടയാകുന്നു. പലപ്പോഴും ശത്രുഭയമാണ് പലരുടെയും ഹൃദയത്തിനകത്ത് ഭാരമുളവാക്കുവാനിടയാകുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തികൾ കണ്ടിട്ട് അത് ശത്രുഭയം മുഖേനയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് നിരാശ ഉളവായി വരുവാനിടയാകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവിക ദൂതനെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ശത്രുവിനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ശത്രുവിന് വേണ്ടി അവന് എന്ത് ചെയ്യണമെന്നുള്ളത് പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് ഒരിക്കലും ഇസ്രായേൽ ജനത്തിന്റെ ആമേൻ ഹൃദയത്തിനകത്തോ ചിന്തകൾക്കകത്തോ പോലും തോന്നിയതല്ല. ഈ ഒരു ഫറവോനും കൂട്ടരും ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അവരുടെ ഹൃദയത്തിനകത്ത് പോലും നിരൂപിച്ചതല്ല. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കലും നമുക്ക് അളക്കുവാനോ അതിനെ അവൻ ചോദ്യം ചെയ്യുവാനോ കഴിയുകയില്ല.
എത്ര പേർക്ക് ദൂതനെ മനസ്സിലാകുന്നുണ്ട്? ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു മനുഷ്യനും ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് ദൈവമേ ഇത് സംഭവിച്ചു? എന്താ കർത്താവേ ഇങ്ങനെ നടക്കുന്നത്? ദൈവമേ എന്താ എന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഇത് സംഭവിച്ചത്? ഈ ഒരു അനർത്ഥം എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പലപ്പോഴും പല സാഹചര്യങ്ങൾക്കകത്ത് നാം ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയ ദൈവ പൈതലെ, ദൈവവചന പ്രകാരം നമുക്ക് ദൈവത്തോട് ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. കാരണം ദൈവം ഒരിക്കലും ദോഷമായി ഒന്നുമേ കണക്കിടുന്നില്ല. ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഹല്ലേലൂയ, ഒന്നും തകർത്ത് കളയുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്നതെല്ലാം നമുക്ക് നന്മയ്ക്കായി മാത്രമാ. ദൈവം സകലതും നമുക്ക് നന്മയ്ക്കായി മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരിക്കൽ ഒരു ധനവാനായ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, തന്റെ ഭാര്യ തങ്ങൾക്ക് ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഏക മകൻ. ഹല്ലേലൂയ. എന്നാൽ ഈ ധനവാനായിരിക്കുന്ന ഈ മനുഷ്യൻ ബിസിനസ് ആയിരുന്നു. ഒരു ദിവസം ഈ മനുഷ്യൻ മരിച്ചുപോയി. എന്നാൽ ആ സഹോദരി വളരെയധികം ഈ മനുഷ്യന്റെ ഈ ഭർത്താവിന്റെ വിയോഗം കഴിഞ്ഞ് വളരെയധികം ദുഃഖത്തോടെ പ്രയാസത്തോടു കൂടി ആയിരിക്കും. കാരണം തനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് ഇനി ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ. തന്റെ ഭർത്താവ് തനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ മോന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ അധികം സങ്കടം ഉളവാക്കുന്നതാണ്. കാരണം അവന്റെ തെറ്റായ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും അവന്റെ ജീവിതത്തിന്റെ പോക്കുകളൊക്കെ കണ്ടപ്പോൾ ആ പ്രിയ മാതാവിന് സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അനേക ദിവസത്തെ പ്രാർത്ഥനകളും ഹല്ലേലൂയ ആ സഹോദരി കണ്ണുനീരൊഴുക്കുന്ന മുഖാന്തരം ആമേൻ സ്തോത്രം ഈ മകന് പിന്നത്തേതിൽ തനിക്ക് ലഭിക്കുവാനിടയായി. ഒരുപക്ഷെ തന്റെ ഭവനത്തിനകത്ത് ആ ഭർത്താവിന്റെ വേർപാട് തനിക്ക് വളരെ ദുഃഖം ഉളവാക്കിയെങ്കിലും പിന്നത്തേതിൽ ഹല്ലേലൂയ പ്രിയ സഹോദരിക്ക് തന്റെ മകൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയെങ്കിലും ആമേൻ സർവശക്തനായ ദൈവം അവളുടെ ജീവിതത്തിൽ തനിക്ക് ആ മകനെ തിരിച്ചു നൽകുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഒരു വശത്ത് തനിക്ക് നഷ്ടം സംഭവിച്ചുവെങ്കിലും ആമേൻ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ആമേൻ പിന്നത്തേതിൽ ദൈവം മറുപടി കൊടുത്തത് ഇപ്രകാരമായിരുന്നു. ഹല്ലേലൂയ. ഈ മകനെ തനിക്ക് ലഭിക്കുന്ന നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം അവിടെ ദൈവിക പ്രവൃത്തി ചെയ്യുവാനിടയായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം പലതും നന്മയ്ക്കായി കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ. പലതും നന്മയ്ക്കായി ദൈവം മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ. ഒരുപക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ നിലവാരത്തിലുള്ള കാര്യാദികൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിനകത്ത് അനർത്ഥങ്ങളൊന്നും വ്യസനമായി തീരാതെ വണ്ണം ഈ യബ്ബസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം ദൈവമേ നിന്റെ കരം എന്റെ കൂടെ ഇരിക്കണമേ. കണ്ടോ, അപ്പോൾ ഒന്ന് അനർത്ഥം വ്യസനമായി തീരാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രകളിൽ ഒരുപക്ഷെ ഹല്ലേലൂയ അനർത്ഥം വരേണ്ടുന്ന സ്ഥലത്ത്, ഒരുപക്ഷെ തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് ഇതൊന്നും നമുക്ക് ഭവിക്കാതെ വണ്ണം ദൈവിക കരം നമ്മെ അനുദിനം വഴി നടത്തുവാനിടയാകും. ഒരുപക്ഷെ ചിലർ പറയുന്ന കേട്ടിട്ടില്ല, ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് മാറുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടായി വരികയാ. അപ്പോൾ ഒന്നിടവിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാ. ജീവിതത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു. ഒന്നുമേ ഒരു സന്തോഷം ഭവനത്തിനകത്ത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ചില തലമുറകളെ നോക്കി മാതാപിതാക്കൾ ഇന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം തലമുറകളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഹല്ലേലൂയ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയാതെ പല മാതാപിതാക്കളും കരഞ്ഞു നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവസന്നിധിയിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരുകൾ, പ്രാർത്ഥനകൾ ഒന്നും വെറുതെയായി തീരുവാൻ ദൈവം ഇടയാക്കുകയില്ല. ഒരു ഹന്ന ദൈവാലയത്തിൽ വന്നിട്ട് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാ, ദൈവമേ നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം. എന്തുകൊണ്ടാണ് ഒരു പുരുഷ സന്താനത്തെ തന്നെ ഹന്ന പ്രാർത്ഥിച്ചു ചോദിച്ചു മേടിച്ചത്? അവിടെ ഏലി പുരോഹിതൻ എന്ന് പറയുന്ന ആ പുരോഹിതന് 2 മക്കൾ ഉണ്ടായിരുന്ന. ഹല്ലേലൂയ. ആ 2 മക്കളും ദൈവഭയമില്ലാതെ പാപപ്രവർത്തികൾ ചെയ്ത് ദൈവത്തോട് പിന്നെ മറുതലിച്ച് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായി അവിടെ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ആലയത്തിനകത്ത് യോഗ്യമായ ദൈവിക ശുശ്രൂഷകളെ ചെയ്യുവാൻ ഒരു പുരുഷനില്ലാതെ അല്ലെങ്കിൽ ഒരു ഭക്തനില്ലാതെ മാറുന്ന ഒരു കാലഘട്ടത്തെ കണ്ടുകൊണ്ട് ആ സഹോദരൻ നിലവിളിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. എനിക്കൊരു സന്താനം ഉണ്ടാകണം, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ആലയത്തിന്റെ ശുശ്രൂഷകൾക്കായി, ആലയത്തിന്റെ പണികൾക്കായി, ഹല്ലേലൂയ, ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി,
ജനത്തിന്റെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവമേ നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരേണമേ. കാരണം പുരോഹിതന്റെ മക്കൾ ഇപ്പോൾ അത് ദൈവിക പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം അത്രത്തോളം പാപത്തിനും മ്ലേച്ഛ പ്രവൃത്തികൾക്കും കൂട്ടു നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഹന്ന പറയുകയാണ്, ദൈവമേ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അതിനെ ആലയത്തിൽ നിവേദിക്കുവാനിടയാകും. ദൈവമേ ഞാൻ അതിനെ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുവാനിടയാകും. എന്തുകൊണ്ടാണ്? വഷളായി പോകുന്ന തലമുറകളെ നോക്കി കരഞ്ഞത് കൊണ്ട്. ഹല്ലേലൂയ. അവർക്ക് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇനി ആരാ ഇത് ചെയ്യുന്നത്? ദൈവമേ ഇനി ഒരു കൈമാറ്റം എവിടെയാ നടക്കുന്നത്? ഇന്ന് പല തലമുറകളെ നോക്കി മാതാപിതാക്കൾ പറയുകയാ, ഞങ്ങളുടെ കാലശേഷം ദൈവമേ ഇവരുടെ അവസ്ഥ എന്തായി തീരും? ഇവരുടെ ജീവിത നിലവാരം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരുടെ പ്രവൃത്തികളും കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും സ്വഭാവങ്ങളും ജീവിത രീതികളും ദൈവഭയമില്ലാതെ ഈ ലോകത്തിന് അനുരൂപമായി ലോകമോഹങ്ങൾക്കൊത്തവണ്ണമാണ് ഈ തലമുറകൾ ഇപ്രകാരം നടക്കുന്നതെങ്കിൽ ദൈവമേ ഇവരുടെ ഗതി എന്തായി തീരും എന്നൊരു പക്ഷേ പല മാതാപിതാക്കളും കണ്ണുനീരോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ആമീൻ ഹല്ലേലൂയ മാതാവേ, ആമീൻ പരിശുദ്ധാത്മാവേ, തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ കരയുവാൻ തയ്യാറാവുക. എനിക്കൊരു തലമുറയുണ്ടോ ദൈവമേ, ഞാൻ അവനെ അപ്പന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ അവനെ നിയോഗിക്കുവാനിടയാകും. ദൈവമേ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആലയത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവ ശബ്ദം കേൾക്കേണ്ടതിന്, ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന്, അവരെ ഒന്ന് മടക്കിക്കൊണ്ടുവരേണ്ടതിന് ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനത്തെ കൂട്ടി വരുത്തിയിട്ട് ആമേൻ ശമൂവേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്പയിൽ കൂടി വരണം. അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം. ദൈവസന്നദ്ധി നിങ്ങൾ കരയുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നദ്ധികൾ ഉപവസിക്കുവാൻ തയ്യാറാകണം. ഒന്ന് കരയുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചിലത് മടക്കി ലഭിക്കുവാനിടയാകും. ഹല്ലേലൂയ. കണ്ടോ, നഷ്ടപ്പെട്ട പെട്ടകം ഇപ്പോൾ അവർക്ക് അവരുടെ കരത്തിൽ തിരികെ കിട്ടുവാനിടയാകും. അപ്പോൾ ഒന്നാമതായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ തയ്യാറാകണം. നമ്മുടെ കുറവുകളെ, ബലഹീനവശങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നിരപ്പ് പ്രാപിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തോട് കരയുവാൻ ഉപവസിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും നഷ്ടപ്പെട്ടതിനെ ദൈവം നമുക്ക് മടക്കി തരുവാനിടയാകും. തലമുറയുടെ വിടുതലിന് വേണ്ടി, തലമുറകളുടെ ആമീൻ ഹല്ലേലൂയ അവരുടെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? അങ്ങനെ എങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇപ്രകാരം പറയുവാൻ കഴിയുമോ? ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകളെ അപ്പന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാം. ആമീൻ. അപ്പന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് സമർപ്പിക്കുകയാ. ദൈവമേ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിന്റെ ദൈവ ശബ്ദമായി മാറേണ്ടതിന് പരിശുദ്ധാത്മാവ് അപ്രകാരം ഒരു നിയോഗത്തെ കൈമാറുകയാ. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ഞങ്ങളുടെ തലമുറകൾ മാറട്ടെ കർത്താവേ. ദൈവത്തിന്റെ ശബ്ദമായി അവർ മാറട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ ജനത്തിനോട് സംസാരിക്കുവാനുള്ള ദൈവിക ദൂതുകളെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ തലമുറകൾ ശക്തമായി പ്രയോജനപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്നും പല തലമുറകളെയും കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെ പ്രതീക്ഷകളാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് ഉയർന്ന നിലവാരങ്ങളിലൊക്കെയും എത്തിച്ചേരണമെന്നാണ് പല മാതാപിതാക്കളുടെയും ആഗ്രഹം. തലമുറകളെ ഓർത്ത് അവരുടെ ആഗ്രഹവും ഇഷ്ടവും ഒക്കെ അതാണ്. എന്നാൽ അതൊക്കെയും നല്ലതാണ്. അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ ദൈവ ഭയത്തോടു കൂടി നിൽക്കുവാൻ, ദൈവവചനത്തിന് ഒത്തവണ്ണം നിൽക്കുവാൻ, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ആമേൻ സപ്പോർട്ട് കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ തലമുറകൾ മാറുവാൻ, ദൈവവചനത്തിന്റെ ഉപാധികളായി അവരും മാറ്റപ്പെടുവാൻ നാം ദൈവസന്നദ്ധിയിൽ നിലവിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഹല്ലേലൂയ ദൈവം അതിനകത്ത് വലിയ ദൈവിക പ്രവൃത്തികളെ ചെയ്യുവാനിടയാകും. കണ്ടോ, അപ്പോൾ ഹന്നയ്ക്കൊരാഗ്രഹമുണ്ട്, തലമുറ എനിക്ക് ലഭിക്കുന്ന തലമുറ എന്ത് ചെയ്യണം? ഈ ആലയത്തിന്റെ ശൂന്യതയെ നികത്തുന്നവനായി മാറണം. ഹല്ലേലൂയ. ആലയത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ ദർശനം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുവാൻ
കഴിയാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വാങ്ങുന്ന ഈ തലമുറയിലെ മേൽ സ്വർഗം അപ്രകാരം ഒരു ദൈവപ്രവൃത്തി ചെയ്യണമെന്ന് ഒരുപക്ഷെ ആ പ്രാർത്ഥന ആ ദൈവസന്നതിയിൽ കഴിക്കുമ്പോൾ അവൾ തന്റെ ഹൃദയം കൊണ്ടൊരു പക്ഷെ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയല്ലേ പിന്നെ 2-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആലയത്തിനകത്ത് കിടക്കുന്ന ശമൂവേൽ ബാലനെ ദൈവം വിളിക്കുന്നതായിട്ടും ദൈവം സംസാരിക്കുന്ന ദൈവിക ദൂതുകളെ താൻ കേട്ട് അനുസരിക്കുന്നതായിട്ടും കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഏലി പുരോഹിതന്റെ മക്കളോട് ദൈവത്തിന് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല? ഏലി പുരോഹിതന്റെ മക്കളെ സർവശക്തനായ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുവാനിടയായില്ല? കാരണം അവരുടെ പാപ സ്വഭാവങ്ങളും പ്രവൃത്തികളും അത്രത്തോളം വഷളായിരുന്നത് കൊണ്ട് അവർക്കൊരിക്കലും യോഗ്യമായ നിലവാരത്തിൽ ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് യോഗ്യനായ സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ചില തീരുമാനങ്ങളോടുകൂടി ഒരു സഹോദരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അവനെ പ്രാർത്ഥിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവൾ ദൈവത്തോട് അപേക്ഷിച്ചു വാങ്ങി എന്നൊരു ഭാഗം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആലയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതിന്? ഹല്ലേലൂയ. ഒരു ദൈവ ശബ്ദം ഞങ്ങൾക്ക് പിന്നെയും കേൾക്കേണ്ടതിന് എത്ര പേർക്ക് ഈ കാലഘട്ടത്തിൽ പറയുവാൻ കഴിയും, കർത്താവേ, വ്യക്തതയോടുകൂടി ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ശബ്ദത്തെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയണം. മാനുഷിക ശബ്ദത്തെക്കാൾ അധികമായി മനുഷ്യരുടെ മറ്റു പ്രഹസനങ്ങളെക്കാളും അല്ലെങ്കിൽ അവരുടെ മറ്റു യാതൊരു കാര്യങ്ങളെക്കാൾ അധികമായി ദൈവമേ അങ്ങയുടെ ശബ്ദത്തെ കേൾക്കുവാൻ, യഥാർത്ഥമായി ആ ദൈവിക ശബ്ദത്തെ അനുസരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് വേണ്ടി അവൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാകും. കുറുവാക്യമായി വായിച്ചു കേട്ട വാക്യം, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ ദൈവം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുവാൻ തയ്യാറാവുക. ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുന്ന ദൈവ പൈതലിനെ ദൈവം തക്ക സമയത്ത് ഉയർത്തുന്നവനാ. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ദൈവമേ, എന്നെ ഇതുവരെയും ദൈവം ഉയർത്തിയില്ലല്ലോ, കർത്താവേ, എന്റെ അവസ്ഥയ്ക്ക് എന്താ ഇതുവരെ ഒരു മാറ്റം വരാത്തത് എന്നൊക്കെ നാം ഒരുപക്ഷെ കരനും നിലവിളിച്ചൊക്കെ കർത്താവിനോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്കൊരു മാറ്റമില്ലാത്തത് എന്നൊക്കെ നാം ചോദിക്കുന്നുവെങ്കിലും ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ കൂടി ദൈവം പറഞ്ഞ, കുഞ്ഞെ, നിന്നെ ഉയർത്തുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അതും മനുഷ്യന്റെ സമയത്തിന് ഒത്തവണ്ണമല്ല, ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കളുടെ സമയത്തിന് ഒത്തവണ്ണമല്ല, നിന്റെ സഹോദരങ്ങളുടെ സമയത്തിന് ഒത്തവണ്ണമല്ല, പിന്നെയോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. അത് ലഭിക്കും നിശ്ചയം. കണ്ട, അപ്പോൾ ഒന്നാമതായി നാം കാത്തിരിക്കുവാൻ തയ്യാറാകണം. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലൈവിൽ കൂടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിന് കൈമാറുവാനുള്ള ഒരു ദൈവിക ദൂതെന്ന് പറയുന്നത്, ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ, തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ നമുക്ക് താണിരിക്കുവാൻ തയ്യാറാകാം. ദൈവം ഉയർത്തുന്ന സമയത്തുള്ള അനുഗ്രഹങ്ങൾ മാത്രം മതി നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇനി അവന്റെ മുൻപിൽ മറ്റ് വേറെ നിലവാരങ്ങളിൽ റൂട്ട് ഓപ്പണായി വന്നാലും അവൻ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ വഴി തന്നെയായിരിക്കും. എത്ര പേർക്ക് ഈ ദൈവിക ദൂതിനെ ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൂതിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? പലപ്പോഴും ശത്രു നമുക്ക് മുൻപിൽ വഴി ഒരുക്കുവാനിടയാകും, ദൈവം നമുക്ക് മുൻപിൽ വഴി ഒരുക്കുവാനിടയാകും. ഒരു പക്ഷേ പലപ്പോഴും പലർക്കും അവരുടെ യാത്രയിൽ കൺഫ്യൂഷനാ, ഈ ഏത് വഴിയാ ദൈവമേ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും എല്ലാവർക്കും ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കുക, പെട്ടെന്ന് നന്മ പ്രാപിക്കുക, പെട്ടെന്ന് വിടുതൽ പ്രാപിക്കുക. അപ്പോൾ പലരും ചെന്ന് ചാടുന്നത് ചില ട്രാപ്പിനകത്താണ്. ഹല്ലേലൂയ. പലപ്പോഴും ചില കെണികൾക്കകത്താണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പലരും ചെന്ന് വീഴുവാനിടയാകുന്നത്. എന്താ അത് സംഭവിക്കുന്നത്? പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് എന്ന് ചിന്തിക്കുന്ന, എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അവർ പലപ്പോഴും ചതിക്കുഴിയിൽ വീണു പോകുവാനിടയാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാം, നീ ക്ഷമയോടെ കാത്തിരിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, പിന്നെയും പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ, നമുക്കറിയാം ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി
യെരുശലേമിൽ ഹല്ലേലൂയ അവിടെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വെറും 7 വർഷം മാത്രമാണ് തൻ്റെ ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള കാലഘട്ടം മുഴുവനും താൻ ആലയത്തിനകത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയൊക്കെ ആയിരിക്കുക. എന്താ അവൾക്കൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്തുകൂടായിരുന്നോ? ആമേൻ. ഹന്ന പ്രവാചിക്ക് മറ്റൊരു ജീവൻ തിരഞ്ഞെടുത്ത് സന്തോഷകരമായി ജീവിച്ചുകൂടായിരുന്നോ? എന്നാൽ താൻ ആലയത്തിനകത്ത് സമർപ്പിക്കപ്പെട്ടൊരു ജീവിതം, സമർപ്പിക്കപ്പെട്ടൊരു ശുശ്രൂഷ ചെയ്തത് കൊണ്ട് തനിക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത് ലോകരക്ഷകനായ മശിഹായെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നു. ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആമേൻ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹോദരിയായി ഹന്ന പ്രവാചകിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് നീണ്ട വർഷങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ ഇസ്രായേലിന്റെ രക്ഷകനായ മശിഹായെ തന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. അതാ അവിടെ നിന്ന് അവൾ സന്തോഷത്തോടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, വരുവാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തു മശിഹ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. വളരെ പ്രതീക്ഷയോടുകൂടി ദൈവസ്ഥലിൽ പിന്നെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസത്താൽ മടുത്തു പോകാതെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന, നമ്മെ നടത്തുന്ന, നമുക്ക് വേണ്ടി ചിലർ സൃഷ്ടിപ്പാൻ കഴിയുന്ന, ശത്രുക്കളെ ചിതറിച്ചു കളയുന്ന, വീണ്ടെടുക്കുന്ന, നമ്മെ മഹത്വത്തിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ദൈവത്തിന്റെ കരമാ എന്നെ മഹത്വത്തിൽ എത്തിക്കുന്നത്, എനിക്ക് വേണ്ടി വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന നിത്യതയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ കരമാ. ആമേൻ, സ്തോത്രം. മനുഷ്യർ വാഗ്ദാനങ്ങൾ നൽകും, എന്നാൽ അവർക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യുവാൻ കഴിയുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് എത്തിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം പറഞ്ഞ പ്രോമിസിനകത്ത് എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ എങ്കിൽ ആ ദൈവകരത്തിൽ ആശ്രയിക്കുന്ന ആ ദൈവ പൈതലിനാണ് അത് അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയാകുന്നത്. ഇന്ന് പകൽക്കാലം തിരുവചനം നമ്മളോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ആമേൻ, ദൈവത്തിന്റെ കരം സൃഷ്ടിക്കുന്ന കരം, അത് വീണ്ടെടുക്കുന്ന കരമാണ്, അത് ശത്രുവിനെ ചിതറിക്കുന്ന കരമാണ്, അത് നമ്മെ മഹത്വത്തിൽ എത്തിക്കുന്ന കരമാണ്. ഹല്ലേലൂയ, അത് ബാലശിക്ഷ നടത്തുന്ന ദൈവത്തിന്റെ കരമാ. എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് പറയുവാൻ കഴിയും, ഈ ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ, ഈ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എന്നെ അന്ത്യത്തോളം പുലർത്തുവാൻ എന്റെ ദൈവം ശക്തനാ. കാലഘട്ടങ്ങൾ എത്ര മാറി മറിഞ്ഞാലും, പ്രതികൂല സാഹചര്യങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ എന്റെ ജീവിതത്തിന് നേരെ ഭീഷണി മുഴക്കി വന്നാലും അതിന്റെ നടുവിലും ദൈവഭക്തൻ വിളിച്ചു പറയും, ബലമുള്ള ഒരു ഭുജം എന്റെ കൂടെയുണ്ടോ, ഞാൻ തകർന്നു പോകുവാനിടയാവുകയില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അതായത് ഒരു നല്ല ഇടയൻ തന്റെ ആടുകളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ശത്രുവിന് ഈ ആടുകളെ ഇടയനിൽ നിന്നും ഒരിക്കലും എന്തു ചെയ്യുകയില്ല, അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഇടയൻ ഉള്ളിടത്തോളം കാലം ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ആടുകൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അതൊരു നല്ല ഇടയനാണെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ നല്ല ഇടയനാ. ശത്രു കടന്നു വരുമ്പോഴും നമ്മെ ശത്രുവിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കർത്താവായി നമ്മുടെ കൂടെ നല്ല ഇടയനായ കർത്താവുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന്റെ ആമേൻ, സ്തോത്രം, ആ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ വരവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ ആടുകളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ആടുകൾക്ക് ദോഷം സംഭവിക്കുകയില്ല. കാരണം ഇടയൻ ശത്രുവിനോട് ഫൈറ്റ് ചെയ്യുവാനിടയാകും. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നല്ല ഇടയനായ കർത്താവ് യുദ്ധം ചെയ്യുവാൻ ആമേൻ മതിയായ കർത്താവല്ലേ. ഹല്ലേലൂയ, ആമേൻ. ആര് പൂർണ്ണമായി അതിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ, ആരാ അത് ദൈവിക ദൂതനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത്, അവരുടെ മേലാ ഈ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരുവാനിടയാവുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മെ വീണ്ടും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.